അങ്ങനെ കൊല്ലം ആശ്രമം മൈതാനത്ത് നമ്മളെ എക്സിബിഷൻ കുറച്ച് ദിവസം കൂടെ നീട്ടിയിട്ടുണ്ട്. അന്നേരം അടുത്ത ലോഡ് ഉടനെ എത്തുന്നതായിരിക്കും. അന്നേരം ഇപ്പം ഉള്ള പ്ലാന്റുകളൊക്കെ നമുക്കൊന്ന് കാണാം. അതേപോലെ തന്നെ കുറച്ച് പ്ലാന്റുകൾ പുതിയതായിട്ട് കൊണ്ടുവന്ന കുറച്ച് പ്ലാന്റുകളൊക്കെ നമുക്ക് വെച്ചിട്ടുണ്ട്. പച്ച റോസ് കുറച്ചേ ഉള്ളൂ. പച്ച റോസൊക്കെ ഒരുപാട് കൊണ്ടുവന്നിരുന്നു, കുറേ ആൾ കിട്ടി എന്ന് വിശ്വസിക്കുന്നു. അന്നേരം ഈ കൊണ്ടുപോയ ചെടികൾ അഥവാ ചെറിയ കവറിനകത്തൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അത് കവർ പതുക്കെ ബ്ലേഡിന് കീറി ഒരു ചെറുതായിട്ടൊരു ഞെക്കി ഉടച്ചതിന് ശേഷം നമ്മൾ മറ്റുള്ള ചട്ടിയിലോട്ടോ അല്ലെങ്കിൽ വലിയ ഗ്രോ ബാഗിനകത്തോട്ടോ ഒക്കെ പ്ലാന്റ് ചെയ്യുക. ഇച്ചിരി നീർവാർച്ചയുള്ള, അതായത് വെള്ളം കെട്ടി നിൽക്കാത്ത മണ്ണിൽ കുറച്ച് ചുവന്ന മണ്ണും അതേപോലെ തന്നെ സ്വല്പം ചകിരിച്ചോറും അല്ലെങ്കിൽ വെച്ച് ചാണകപ്പൊടി, എല്ലുപൊടി, വെപ്പിണക്ക്, ആട്ടുകാട്ടം ഉണ്ടെങ്കിൽ പൊടിച്ചത് ലൈറ്റായിട്ടൊന്ന് ഇട്ടതിന് ശേഷം വേണം പ്ലാന്റ് വെക്കാനായിട്ട്. അതേപോലെ തന്നെ പ്രൂണിങ് ഇത് വെച്ച് ഈ ആദ്യത്തെ പൂക്കളൊക്കെ കൊണ്ടുപോകുന്ന പൂക്കൾ കുറച്ച് ദിവസം കഴിഞ്ഞ് മാറി കഴിയുമ്പോഴത്തേക്ക് 2-3 ഇല താഴെ വെച്ച് കട്ട് ചെയ്യണം. എന്നെങ്കിൽ അതിന് നമ്മൾ പ്രൂണിങ് എന്ന് പറയും. കട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ താഴേന്ന് അടുത്ത ബ്രാഞ്ചുകൾ ഇഷ്ടം പോലെ കയറി വരും. അത്രയും ബ്രാഞ്ച് ആകുമ്പോൾ അതിനകത്തൊക്കെ പൂ കൂടുതൽ കിട്ടാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാകും. അന്നേരം അതും കൂടെ മേടിച്ച് കൊണ്ടുപോകുന്നവർ ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാണ്. അതേപോലെ തന്നെ കടലപ്പിണ്ണാക്കും വേപ്പൻ പിണ്ണാക്കും ചാണാനും കൂടെ മിക്സ് ചെയ്ത് 3 ദിവസം വെച്ച് പൊളിപ്പിച്ചിട്ട് അതിനകത്ത് എത്ര എടുക്കുന്നോ അതിൻ്റെ തെളിയെടുത്ത് നല്ലപോലെ ഒന്ന് കലക്കി നമ്മൾ ചെമ്പരത്തിക്ക് അതേപോലെ തന്നെ റോസ് എന്തൊക്കെ സാധനം കൊണ്ടുപോയിട്ടുണ്ടോ അതിനൊക്കെ നന്നായിട്ട് ഒരു 15 ദിവസം കഴിയുമ്പോൾ കൊടുക്കുക. അതിനുശേഷം ആദ്യമേ വരുന്ന ചെറിയ മുട്ടുകൾ ചെറുതായിട്ടൊന്ന് നുള്ളിക്കളഞ്ഞ് DAP മൂട്ടിൽ കൊടുക്കുക. ഡൈ അമോണിയം ഫോസ്ഫേറ്റ് മൂട്ടിൽ സ്വൽപ്പേശ ഇട്ട് കൊടുക്കുക. ഒരു 10-12 തരി വീതമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ് നല്ല ജിറെന്നും പറഞ്ഞ് കയറി കഴിഞ്ഞ് പോരും. അന്നേരം അതും കൂടെ ഓർക്കുക. അതുപോലെ തന്നെ കുറേ ആളുകൾ കമൻറ്റിൽ ചോദിച്ചു ഓൺലൈൻ തുടങ്ങാത്ത എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും നല്ല തിരക്ക് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ സ്റ്റാഫുകളൊന്നും കിട്ടത്തില്ല, സേഫായിട്ട് എത്തിയെന്ന് വരത്തില്ല. നമ്മളൊരു മേൽനോട്ടം ഉണ്ടായിട്ട് തന്നെ ഇവിടെ പ്ലാന്റുകൾ അയക്കുമ്പോഴത്തേക്ക് മാറി തിരിഞ്ഞൊക്കെ പോകുന്നുണ്ട്. ഒരുപാട് പേർക്ക് സെയിം അനുഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. കാര്യം നമ്മൾ കൂടെ ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ ശരിയാവത്തില്ല. അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ അതുകൂടെ നോക്കിയിട്ടാണ് നമ്മൾ ഈ പരിപാടിയൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്യാം. അന്നേരത്തേക്ക് കുറേ ആളുകൾക്ക് നമുക്ക് അയച്ചു തരാൻ സാധിക്കും. പിന്നെ ഓൺലൈനിലൊക്കെ വരുന്ന പ്ലാന്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഇത് മേടിക്കുന്നില്ല, വേറെ എവിടെ നിന്ന് മേടിച്ചാൽ തന്നെയോ അതിനകത്ത് വരുന്ന പ്ലാന്റുകൾക്ക് ഇച്ചിരി ഫംഗിസൈഡ് കൊടുത്തതിന് ശേഷം വേണം നമ്മളുടെ പുരയിടത്തിലോട്ട് കയറ്റാനായിട്ട്. അന്നേരം അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഫാക്ടംബോസ് ഇടയ്ക്ക് മാറിയും തിരിഞ്ഞും വളങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഫാക്ടംബോസ് ഒരു 10 തരി കൊടുക്കുക. അതിനുശേഷമായിട്ട് ജൈവവളം എല്ലുപൊടി, വെപ്പിണക്ക്, ചാണകപ്പൊടി, ചകിരിച്ചോറ്, കടലപ്പിണ്ണാക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഓരോ സ്പൂൺ വീതം ഇട്ട് കൊടുക്കുക. പറ്റുമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ സ്വല്പം ആറ്റുമണലും കൂടെ ചേർക്കുക. ആറ്റുമണലും കൂടെ എന്ന് പറഞ്ഞാൽ ആറ്റുമണൽ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ എംസാൻഡ് നല്ല വൃത്തിയാവണം ഒരു 10-15 വെള്ളത്തിൽ കഴുകിയിട്ട് അതിനെ ഒന്ന് അരിച്ച് അതിനകത്ത് ചല്ലി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. ഇടയ്ക്ക് കമൻറ്റിൽ ഒരു ചേട്ടൻ ഇതേപോലെ ഇട്ടിരുന്നു. അതുപോലെ ഫെനലോപ്സിസ് പ്ലാന്റ് വീണ്ടും ഒരു 10-50 ചെടിയും കൂടെയൊക്കെ ഇപ്പം ഇന്നലെ കൊണ്ടുവന്ന് പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അതായത് വെറൈറ്റി തീരുന്നതനുസരിച്ച് പുതിയൊരു 50 പ്ലാന്റ് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ റോസൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതേപോലെ നിൽക്കുന്ന വലിയ കവറിലുള്ള റോസാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലേഡ് കൊണ്ട് സാമാന്യം പതുക്കെ കീറിയെടുത്ത് ഒരു ചെറുതായിട്ടൊന്ന് ഉടച്ചതിന് ശേഷം നമുക്ക് പ്ലാന്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ ചട്ടിയിൽ പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് അടിഭാഗത്ത് ഒരു 1-2 കല്ല് വെച്ച് കഴിഞ്ഞാൽ വെള്ളം നല്ലപോലെ വാർന്നു പോകാനായിട്ട് അത് ഉപകാരപ്പെടും. അതിനുശേഷം വേണം സ്വല്പം മണ്ണിട്ടതിന് ശേഷം പ്ലാന്റ് വെച്ച് അതിനുശേഷം ഈ ചട്ടിയുടെ ഒരു 1/4 ഭാഗമേ മണ്ണിട്ട് നിറയ്ക്കാവൂ. ബാക്കിയുള്ളത് അവിടെ അതേപോലെ ഇട്ടേക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത വീണ്ടും വളം കൂട്ടിയ മണ്ണ് ഇട്ട് മേൽമണ്ണ് ഇളകി കൊടുക്കുമ്പോഴത്തേക്ക് ചെടി നിറയാതിരിക്കത്തുള്ളൂ. അതേപോലെ തന്നെ വെള്ളം കുറച്ച് കെട്ടി നിൽക്കാതെ തന്നെ നമ്മൾ ഒഴിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് നിൽക്കും, അത് പതുക്കെ വാർന്നങ്ങ് പോകും. അതിന് വേണ്ടിയിട്ടാണ് നീർവാർച്ചയുള്ള മണ്ണിട്ട് റോസ് നടണമെന്ന് പ്രത്യേകം പറയുന്നത്. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നാടൻ വെറൈറ്റി റോസുകൾ കുറച്ച് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മുല്ല, പിച്ചി തുടങ്ങിയ ചെറിയ പൂക്കൾ, അതേപോലെ കുറേ കുഞ്ഞു പൂക്കളൊക്കെയാണ് നമ്മളെ ഷോർട്സിനകത്തൊക്കെ നിങ്ങൾ ഒരുപാട് ഷോർട്സ് കണ്ടിട്ടുണ്ടാവും. ആ ഷോർട്സിനകത്തൊക്കെ ഇട്ടിട്ടുള്ള ചെടികളെല്ലാം ഇപ്പോഴത്തെ അപ്ഡേറ്റുകളാണ്. ഇടയ്ക്ക് റോസിൻ്റെ ഒരു അരി പോലെ വന്ന ഒരു ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഷോർട്സ് സെക്ഷൻ ഒന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഒരുപാട് നല്ല റോസ് കുറേ ഉണ്ട്. വലിയ ചട്ടിയിലുള്ള റോസൊക്കെ ആകുമ്പോഴത്തേക്ക് അതേപോലെ തന്നെ കൊണ്ട് പ്ലാന്റ് ചെയ്താൽ വെച്ചാൽ മതി. എന്ന് വെച്ചാൽ റീപ്ലാന്റ് ചെയ്യാൻ നിൽക്കണ്ട. അതേപോലെ തന്നെ ഡൈ അമോണിയവും മറ്റേ ഫാക്ടംബോസും ലൈറ്റായിട്ട് 15 ദിവസം കൂടുമ്പം മാറി തിരിഞ്ഞ് കൊടുക്കണം. പറ്റുമെന്നുണ്ടെങ്കിൽ സ്വല്പം എപ്സം സാൾട്ട് അല്ലെങ്കിൽ മഗ്നീഷ്യം സൾഫേറ്റ് അത് ലൈറ്റായിട്ട് എടുക്കുക. അതായത് ഒരു ചെറിയ ടീസ്പൂണിന് ഒരു 1/2 സ്പൂൺ എടുക്കുക. ഒരു 2 ലിറ്റർ വെള്ളത്തിനകത്ത് നല്ലപോലെ ഒന്ന് കലക്കിയിട്ട് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ച് എല്ലാ ചെടിക്കും ലൈറ്റായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ഫോളിയാറായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് എപ്സം സാൾട്ട്.
പിന്നെ ഈ ആഴ്ച ഫംഗിസൈഡ് കൊടുക്കാൻ മറക്കരുത്. ഇൻഡോഫിലം 45 1 സ്പൂൺ, ഒരു വലിയ ടേബിൾ സ്പൂൺ 1 സ്പൂൺ, 1 ലിറ്റർ വെള്ളത്തിലിട്ട് നല്ലപോലെ ഒന്ന് കലക്കിയിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 10 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇൻസെക്ടിസൈഡോ ലൈറ്റായിട്ട് 1 ലിറ്റർ വെള്ളത്തിനകത്ത് മിനിമം ഒരു 5 മില്ലി എങ്കിലും ചേർക്ക് നല്ല വൃത്തിയാവണ്ണം കലക്കിയിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക, മറന്നു പോകരുത്. അന്നേരം ഓവറാൾ ഇന്നത്തെ വീഡിയോ വലിയ കുഴപ്പമില്ലാതെ പോയി എന്ന് വിശ്വസിക്കുന്നു. അന്നേരം ഇതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ചാനലിനകത്ത് ഇതിനു മുമ്പുള്ള വീഡിയോയിലും ഏകദേശം 520ഓളം വീഡിയോസ് നമ്മളിപ്പോൾ ഇട്ടിട്ടുണ്ട്. ഏകദേശമാണ് പറഞ്ഞത്. അന്നേരം ഒരുപാട് പേർക്ക് പ്രയോജനപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഇനിയും നിങ്ങളുടെ ഒരു പ്രോത്സാഹനം വേണം. ഇനി ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നവരെല്ലാവർക്കും ശുഭദിനം നേരുന്നു. അന്നേരം ഇത് നിങ്ങളെ കൂട്ടുകാരിലേക്ക് കൂടി എത്തിക്കാനായിട്ട് മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്